കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് 121 സങ്കീർത്തനം, അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. എൻ്റെ കാൽ വഴുതാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല, എന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയില്ല. ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. ആമേൻ. കർത്താവിൻ്റെ വചനം. ഈ കർത്താവിൻ്റെ വചനം നമുക്ക് ഒന്നുകൂടെ ശ്രദ്ധയോട് ശ്രവിക്കാം. പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. അപ്പം എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് സഹായം വരേണ്ടത് കർത്താവിൽ നിന്നാണ്, മനുഷ്യരിൽ നിന്നല്ല. മനുഷ്യരുടെ സഹായം എപ്പോഴും നിഷ്ഫലമാണ്. നമ്മളൊരു രോഗിയായിരിക്കട്ടെ, അവർ നമ്മളെ വിട്ടുപോകും. നമുക്കൊരു വീഴ്ച ഉണ്ടാകട്ടെ, നമ്മുടെ സ്നേഹിതരും പ്രിയപ്പെട്ടവരും എല്ലാം നമ്മളെ വിട്ടകലും. പക്ഷേ രോഗാവസ്ഥയിലായിരുന്നാലും വീഴ്ചയിലായിരുന്നാലും വിട്ടകലാത്ത ഒരു സ്വർഗീയ പിതാവ് നമ്മുടെ കൂടെ ഉണ്ട്. ആ സ്വർഗീയ പിതാവാണ് നമ്മളുടെ യേശു. നമ്മളുടെ യേശു നമ്മുടെ കൂടെ ഉള്ളപ്പോൾ, നമ്മളുടെ യേശു നമുക്ക് നൽകിയ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിനെ ശക്തിയോട് മഹത്വപ്പെടുത്തണം. ഹല്ലേലൂയ. നാം ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എല്ലാം പരിശുദ്ധാത്മാവിനെ കുറിച്ച് ചിന്തിക്കണം. പരിശുദ്ധാത്മാവെ എന്നിൽ വന്ന് നിറയണമേ, പരിശുദ്ധ സ്നേഹം കൊണ്ട് എന്നെ നിറയ്ക്കണമേ, പരിശുദ്ധിയിലും വിശുദ്ധിയിലും എന്നെ നിറയ്ക്കണമേ എന്ന് നമ്മൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവം പരിശുദ്ധനായിരിക്കുന്നത് പോലെ നമുക്കും പരിശുദ്ധരായിരിക്കാം. ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ താഴ്മയോട് നിൽക്കുന്ന മക്കളായി നമുക്ക് മുന്നേറാം. നമ്മളൊരു രോഗാവസ്ഥയിലായിരുന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളുടെ കൂടെ കൂടുന്നവരെല്ലാം നമ്മളെ ഒരുപക്ഷെ കൈവിട്ടെന്നിരിക്കാം, നമ്മളെ കാണാൻ വരാത്ത അവസ്ഥയിലായിരിക്കാം. കാരണം അവർ വിചാരിക്കും നമ്മൾ ഈ രോഗത്തിൽ അതേ അവസ്ഥയിൽ അങ്ങ് കിടപ്പായി പോകുമെന്ന്. ഇല്ല പ്രിയപ്പെട്ടവരെ, നമ്മളെ അന്നരവും താങ്ങി നടത്തുന്ന നമ്മുടെ സ്വർഗീയ പിതാവ് നമ്മളുടെ കൂടെ ഉണ്ട്. ആ നല്ല സ്വർഗീയ പിതാവിനെ നമുക്ക് മുറുകെ പിടിക്കാം. ഈ ലോകരെല്ലാം നമ്മെ വെറുത്താലും, മാനവരാശി മുഴുവൻ നമ്മളെ എതിർത്താലും, നമ്മളെ എതിർക്കാത്ത ഒരു നല്ല ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. ആകാശവും ഭൂമിയും കടന്നു പോയാലും കർത്താവിൻ്റെ വചനം ഒരിക്കലും കടന്നു പോകത്തില്ല. ആ വചനത്തെ നമുക്ക് മുറുകെ പിടിക്കാം, സ്വർഗീയ പിതാവിനെ മുറുകെ പിടിക്കാം, പിതാവിൻ്റെ സ്നേഹത്തിൽ നമുക്ക് നിലനിൽക്കാം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എന്നെ നിന്ദിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന എല്ലാ ജനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എൻ്റെ അയൽവാസികളെ, ബന്ധുമിത്രാദികളെ, എന്നോട് പ്രാർത്ഥന ചോദിച്ചിട്ടുള്ള എല്ലാവരെയും കർത്താവെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവേ, അപ്പാ, ഇന്ന് പ്രാർത്ഥന പ്രത്യേകമായി ആവശ്യമുള്ള മക്കൾ അവരുടെ വേദനകൾ, പ്രയാസങ്ങൾ എന്നോട് പങ്കുവച്ചപ്പോൾ ആ വേദനകളെല്ലാം ഏറ്റെടുക്കുവാൻ എൻ്റെ അപ്പൻ്റെ കരങ്ങളിലേക്ക് അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ അപ്പൻ്റെ സ്നേഹം കൊണ്ട് അവരെ നിറയ്ക്കണമേ, പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി അവരുടെ മേൽ ഇറങ്ങിച്ചെല്ലണമേ, പരിശുദ്ധ സ്നേഹത്താൽ അവരെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെ എല്ലാം സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ, യേശുവിൻ്റെ അതിപരിശുദ്ധമായ സ്നേഹം കൊണ്ട് മൂടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രോഗികളായ ആശുപത്രികളിലും വീടുകളിലും കഴിയുന്ന എല്ലാ സഹോദരി സഹോദരന്മാരെയും, മക്കളെയും, കുഞ്ഞുമക്കളെയും, മാതാപിതാക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെല്ലാം അനുഗ്രഹിക്കണമേ, രോഗത്തിൽ നിന്ന് പൂർണ്ണ വിടുതൽ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ വാത്സല്യ സ്നേഹം എൻ്റെ എല്ലാ സഹോദരങ്ങളോടും സഹോദരിമാരോടും കൂടിയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. കർത്താവ് നിങ്ങളെല്ലാം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.